ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മീനിങ്, പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതിൻ്റെ ഹിസ്റ്ററി എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തീർത്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള മൊഡ്യൂൾ സാലറിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇൻകം ടാക്സിൽ പ്രധാനമായിട്ട് 5 ഹെഡാണ്. 5 ഹെഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷന്, ക്യാപിറ്റൽ ഗെയിൻ, ദെൻ ലാസ്റ്റ് വൺ അതർ സോഴ്സ്. അതിൽ ഫസ്റ്റത്തെ ഹെഡാണ് സാലറി. ഇനി അങ്ങോട്ടുള്ള മൊഡ്യൂളിൽ ഓരോ ഹെഡ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് സാലറി, സെക്കൻഡ് അതർ ബിസിനസ് ഹൗസ് പ്രോപ്പർട്ടി, ദെൻ പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷന്, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സാലറി എന്ന് പറഞ്ഞ ഹെഡാണ്. സാലറി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. എങ്ങനെയൊക്കെയാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യൽ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഈ സാലറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും നിങ്ങൾക്ക്. ഒന്ന് ഇൻട്രൊഡക്ഷന്, പിന്നെ അലവൻസ്, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, പെർക്വിസിറ്റ്, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ HRIൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാലറി എന്ന് പറഞ്ഞ ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും, പ്രോബ്ലംസൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളിന്ന് സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി സാലറിൻ്റെ ഉള്ളിൽ, ഈ സാലറിക്കകത്ത് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് ബേസിസ് ഓഫ് ചാർജ്, പിന്നെ ഡെഫിനിഷൻ ഓഫ് സാലറി, ബേസിക് എലമെൻറ്റ്സ്, ഫീച്ചേഴ്സ്, കോമ്പണൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരെ. ഞാൻ എല്ലാം കൂടി ഒന്നും എടുക്കണില്ല. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബേസിസ് ഓഫ് ചാർജും ഡെഫിനിഷൻ ഓഫ് സാലറി മാത്രം. 2 കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് 2 കാര്യം മാത്രമേ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ബേസിസ് ഓഫ് ചാർജും അതേപോലെ ഡെഫിനിഷൻ ഓഫ് സാലറി. അപ്പോൾ ഞാൻ പറഞ്ഞു സാലറി എന്ന് പറഞ്ഞത് 5 ഹെഡിലെ ഫസ്റ്റ് ഹെഡാണ്. രണ്ടാമത്തെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷന്, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. അങ്ങനെ 5 ഹെഡാണ് ഇൻകം ടാക്സിൽ. ആര് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഏതൊക്കെ ഒന്നുകൂടി പറയാം. ഇൻകം ടാക്സിൽ 5 ഹെഡ്: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ദ ലാസ്റ്റ് വൺ അതർ സോഴ്സ് എന്നീ 5 ഹെഡ്സാണ്. 5 ഹെഡ്സാണ് നമുക്ക് ഇൻകം ടാക്സിൽ കാര്യമായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഹെഡാണ് സാലറി. ഇനി അങ്ങോട്ടുള്ള ഓരോ മൊഡ്യൂൾസിലും നമുക്ക് ഓരോ ഹെഡാണ് നമുക്ക് എന്ത് ചെയ്യുക പഠിക്കാനുള്ളത്. ഓരോ ഹെഡിലെ ഇൻകം എത്രയാണ്, സാലറി എന്നുള്ള ഇൻകം എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണും, ബിസിനസ് ഓർ പ്രൊഫഷനിൽ കാണും, ക്യാപിറ്റൽ ഗെയിൻ കാണും, അതർ സോഴ്സിൽ കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ഹെഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മൊഡ്യൂളായിട്ടാണ് ഇനി അങ്ങോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാലറിയിൽ എന്താണ് ഞാൻ ഒന്ന് പറഞ്ഞു ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് ബേസിസ് ഓഫ് ചാർജും അതേപോലെ ഡെഫിനിഷൻ ഓഫ് സാലറിയാണ്. ഞാൻ ഡെഫിനിഷൻ ഓഫ് സാലറി നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ ഡിഫൈൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല, ഒക്കെ വ്യത്യസ്തമുണ്ട്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നല്ല മൈൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബേസിസ് ഓഫ് ചാർജ് എന്താ നോക്കാം. അതിനകത്ത് വീണ്ടും അതിന് മീനിങ് ഉണ്ട്, പിന്നെ ബേസിസ് ഓഫ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബേസിസ് ഓഫ് ചാർജ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ബേസിസ് ഓഫ് ചാർജ്? അപ്പം അതിൽ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി തന്നെയാണ്. എന്താ പറയുന്നത്? സാലറി ഈസ് എ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ഓക്കെ, സാലറി ഇൻകം ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസിപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. എന്താണ് ബേസിസ് ഓഫ് ചാർജ്, അല്ലെങ്കിൽ എന്താണ് സാലറി എന്നുള്ളതാണ് പറയുന്നത്. സാലറി ഈസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസസ്. അല്ലേ? അതായത് ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് തൻ്റെ എംപ്ലോയി ചെയ്യുന്ന സേവനം കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ആ സേവനം പരിഗണിച്ചു കൊണ്ട് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള റെമ്യൂണറേഷനെയും നമുക്ക് എന്ത് വിളിക്കാം? സാലറി എന്ന് വിളിക്കാം. അത് എങ്ങനെയാവാം? അത് ചിലപ്പോൾ ഡ്യൂ ബേസിസ് ആവാം, അല്ലെങ്കിൽ അത് റെസിപ്റ്റ് ബേസിസ് ആവാം. ഓക്കെ, നമുക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ കിട്ടിയതോ ഡ്യൂവോ എങ്ങനെയാണെങ്കിലും എന്തോ ആവാം. ഓക്കെ, ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അത് നമുക്കിവിടെ പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. എന്താണ് സാലറി എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. സാലറി ഈസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്.
അപ്പോൾ ഞാൻ നമ്മുടെ കോളേജിലെ ഒരു സ്റ്റാഫാണ്, അധ്യാപകനാണ് അല്ലേ. എനിക്ക് എംപ്ലോയർ കോളേജ് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് എനിക്ക് സാലറി തരുന്നുണ്ട്. എനിക്ക് വെറുതെ ഒരു സാലറി തരുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട് കോളേജിന് വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ കോളേജിൽ പോകുന്നില്ല എങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കോളേജിന് വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട മീൻസ് എൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സർവീസ്, ഞാൻ കോളേജിന് കുട്ടികൾക്ക് ഒരു സർവീസ് ചെയ്യണം അവിടെ അല്ലേ. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി, സർവീസ് മീൻസ് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ, ഞാൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് എനിക്ക് കോളേജ് ഒരു നിശ്ചിത എമൗണ്ട് എനിക്ക് തരുന്നുണ്ട്. അതാണ് എൻ്റെ സാലറി. അതുപോലെ നിങ്ങളൊരു എംപ്ലോയറെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയർ പൈസ തരും, ക്യാഷ് തരും. അത് സാലറിയാണ്, വെറുതെ തരുമില്ല. നിങ്ങളവിടെ വർക്ക് ചെയ്യണം. അല്ലാതെ വെറുതെ നമ്മൾ രാവിലെ വൈകുന്നേരം വരിക, എന്നിട്ട് പണിയൊന്നുമില്ല വെറുതെ ഇരിക്കുക, അപ്പം നമുക്ക് സാലറി ഒന്നും തരില്ല അല്ലേ. അതൊന്നും പൈസ ഒന്നും കിട്ടുക, അതൊന്നും സാലറി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. മീൻസ് നമ്മൾ എന്തെങ്കിലും സംതിങ് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. നമ്മുടെ സേവനം പരിഗണിച്ചിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ റെമ്യൂണറേഷൻ എന്താണ്, സാലറിയാണ്. ഒന്നുകൂടെ പറയാം, സിമ്പിൾ വേർഡ്സ് ആണ്. സാലറി ഈസ് എ റെമ്യൂണറേഷൻ, എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ് അല്ലേ. അപ്പോൾ സർവീസ് പരിഗണിച്ചുകൊണ്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ റെമ്യൂണറേഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം, സാലറി എന്ന് വിളിക്കാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് ബേസിസ് ഓഫ് ചാർജ്. എന്തൊക്കെയാണ് ബേസിസ് ഓഫ് ചാർജ്? നേരത്തെ പറഞ്ഞ സാലറിയാണ്. അപ്പോൾ ഇനി അതിന് മീനിങ് ആയിട്ടുള്ളത് ഹെഡിങ് ബേസിസ് ഓഫ് ചാർജ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ബേസിസ് ഓഫ് ചാർജ് ആണ് നോക്കാം. എനി സാലറി ഡ്യൂ ഫ്രം എംപ്ലോയർ, അതായത് എംപ്ലോയറെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള നമുക്ക് ഡ്യൂ ആയിട്ടുള്ള എല്ലാ സാലറി നമുക്ക് സാലറി ആയിട്ട് ഇവിടെ പരിഗണിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറയാം എനി സാലറി പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ദി ടാക്സ് പെയർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ബിഫോർ ഇറ്റ് ബിക്കം ഡ്യൂ. ആ ഡ്യൂ ആകുന്നതിന് മുന്നേ തന്നെ പ്രീവിയസ് ഇയറിൽ എംപ്ലോയർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, സാലറിയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എനി അരിയേഴ്സ് ഓഫ് സാലറി പെയ്ഡ് ബൈ ദി എംപ്ലോയർ to the taxpayer during the previous year if not charged to tax in any earlier year. അത് മുൻ വർഷങ്ങളിലൊന്നും ചാർജ് ചെയ്യാത്ത വല്ല അരിയർ കിട്ടാനുള്ളതുണ്ടെങ്കിൽ അതെന്താണ്, നമ്മുടെ സാലറി തന്നെയാണ്. ഇതെല്ലാം കൂടി എല്ലാതും ഒരു പോയിന്റ് തന്നെയാണ്, ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. അതായത് നമുക്ക് കിട്ടാനുള്ള പൈസ അതൊക്കെ എന്താണ്. ഇപ്പം എനിക്കൊരു കോളേജിൽ നിന്ന് ഒരു 10,000 കിട്ടാണ്ട്, ഒരു 20,000 കിട്ടാനുണ്ട്, അതെൻ്റെ സാലറി തന്നെയാണ്. കിട്ടിയില്ല, പക്ഷെ എനിക്ക് കിട്ടും അത് അല്ലേ. ചിലപ്പോൾ അത് മുൻ വർഷങ്ങളൊന്നും ചിലപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് കിട്ടാൻ എംപ്ലോയറെ കയ്യിൽ നിന്ന് എന്തൊക്കെ നമ്മുടെ സർവീസ് പരിഗണിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ എന്താണ്, സാലറി ആയിട്ട് നമ്മളിവിടെ ചാർജ് ചെയ്യും. ഓക്കെ, ഇനി ഉള്ള ഡെഫിനിഷൻ ഓഫ് സാലറിയാണ് അല്ലേ. ഡെഫിനിഷൻ ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ്, എനി ആനുറ്റി ഓർ പെൻഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പെൻഷന്, ഗ്രാറ്റുവിറ്റി, എനി ഫീ, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ lieu of or in addition to any salary or wage, any advance of salary, any payment received in respect of any period of leave not availed by him. ലീവ് സാലറി, ഇതൊക്കെ എന്താണ്, സാലറിയാണ്. സാലറിൻ്റെ ഡെഫിനേഷനായിട്ട് ഒരുപാടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ വേജ്, എനി ആനുറ്റി ഓർ പെൻഷൻ, എനി ഗ്രാറ്റുവിറ്റി, എനി ഫീസ്, പിന്നെ അതുപോലെ അഡ്വാൻസ് സാലറി, പിന്നെ പേയ്മെൻറ്റ്, അതായത് ലീവ് സാലറി, ഇതൊക്കെ എന്താണ്, നമ്മുടെ സാലറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഗണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഒരു ഹെഡാണ്. അതിലെന്താണ് നമുക്കിതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, അലവൻസസ്, പെർക്വിസിറ്റ്സ്, HR, അങ്ങനത്തെ കാൽക്കുലേഷൻ, പെൻഷന്, ഗ്രാറ്റുവിറ്റി, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതിലെന്താണ് സാലറി എന്നുള്ളത് ഞാൻ ഇന്ന് എടുത്തതിൽ ബേസിസ് ഓഫ് ചാർജും അതേപോലെ ഡെഫിനിഷൻ ഓഫ് സാലറിയാണ്. ബേസിസ് ഓഫ് ചാർജിൽ ഫസ്റ്റ് സാലറിൻ്റെ മീനിങ് പറഞ്ഞു. സാലറി എന്താണ് സാലറി? എംപ്ലോയിക്ക് തൻ്റെ സേവനം കണക്കിലെടുത്തുകൊണ്ട് കൊടുക്കുന്ന റെമ്യൂണറേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, സാലറി. ഓക്കെ മനസ്സിലാക്കുക. എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. എങ്ങനെ, അവിടെ എന്ത് റിലേഷൻ വേണം, ഒരു എംപ്ലോയി റിലേഷൻ വേണം. ഓക്കെ, അത് മറക്കരുത്. ഒരു എംപ്ലോയി റിലേഷൻ വേണം. എംപ്ലോയർ തന്നെ നമ്മളെ പണിയെടുപ്പിക്കുന്ന ആൾ അല്ലേ, എംപ്ലോയി തന്നെ ജോലി ചെയ്യുന്നയാൾ. അപ്പോൾ നമ്മൾ ആ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ സേവന കണക്കിലെടുത്തിട്ട് എംപ്ലോയർ നമുക്ക് തരുന്ന റെമ്യൂണറേഷനാണ് എന്ത്, സാലറി ആയിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ പറഞ്ഞത് ബേസിസ് ഓഫ് ചാർജ് എന്തൊക്കെയാണെന്നാണ്. അതായത് 3 പോയിന്റും കൺഫ്യൂഷൻ ആവുമെന്ന് വേണ്ടി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് എത്ര പൈസ കിട്ടാണ്ടെങ്കിലും ഡ്യൂ ആണെങ്കിലൊക്കെ അതെന്താണ്, നമ്മുടെ സാലറി ആയിട്ട് നമ്മൾ പരിഗണിക്കും. പിന്നെ ഡെഫിനിഷനാണ് വേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഷന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാറ്റുവിറ്റി, ഫീസ്, കമ്മീഷന്, പിന്നെ ഇനി അഡ്വാൻസ്, നമുക്ക് മുന്നേ എന്തെങ്കിലും കിട്ടുക, ചിലർ അഡ്വാൻസ് ഓഫ് സാലറി ഒക്കെ വാങ്ങും അല്ലേ. അപ്പം അഡ്വാൻസ് ഓഫ് സാലറി, പിന്നെ ലീവ് സാലറി, ഇതൊക്കെ നമ്മൾ എന്താണ്, സാലറിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. അപ്പം ഞാൻ വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള തിയറി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.